ഒരു ഫാമിലിയാണ്. ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വേണം. എന്താണെന്ന് കഴിഞ്ഞാൽ ഇവനക്ക് ഇവന്റെ ജ്യേഷ്ഠനാ, ഓക്കെ, ഇവൻ ഒഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നത്. അർജുന്റെ ഫാമിലി മനാഫുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് എല്ലാം സെറ്റ് ആയെന്നുള്ള രീതിക്ക് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് അവർ തന്നെ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവർ ആ ലൈവിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ ഇതിനെ തുറന്നിട്ട് ഒരു വീഡിയോയും കൂടി ഇടുന്നു. അപ്പൊ ഖാദർ കരിപ്പൊടിയും അതേപോലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്തുദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കൊക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക, അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷേ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയാ, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള ആക്കണം. നമ്മളിപ്പോൾ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും. അല്ല, വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ അറിയോ, പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ് എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന. ഇതിലിപ്പോൾ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അപ്പോൾ ജനങ്ങളിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അതിൽ വന്ന് കുറേ പാകപ്പഴൊക്കെ അതിലുണ്ടേനി, കുറേ കാര്യങ്ങൾ എത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് നമുക്കറിയാം. അവിടെയുള്ള നല്ല അവിടെ പണിയെടുത്തിക്കണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ജിതിൻ്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പോൾ ഇവനക്ക് ഇത്ര പരിധി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ്സും ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് അങ്ങോട്ട് ഇതായിപ്പോയി. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണേ, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വേണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവന്റെ ജ്യേഷ്ഠനാ, ഓക്കെ, ഇവൻ ഒഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ്
വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഏതൊരു എന്താ പറയുക ആളുകൾക്കും ഉണ്ടാവും. എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, ആർക്കും പറ്റും. അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലല്ലോ നമ്മള്. ഇതിന് എന്താ പറയുക ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത്. ഈ കമന്റ്, ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളം കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കും. അതായിരിക്കും. മുബിൻ എന്ത് പറയാനുള്ള മുബിനെ? ഇത് നമ്മളൊരു സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഭയമൊന്നുമില്ല. നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻഖാനെ കുറിച്ച് കാര്യം പറയാനുള്ളത്, ഞങ്ങള് പിന്നെ മനാഫ്ഖാന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഇനി ഞാൻ മുബീൻഖാൻ എനിക്ക് പിന്നെ അർജുന്റെ ഒരു മാതിരിയുള്ളൊരു ഫീല് തോന്നി. അത്രയും ആത്മബന്ധം ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ടൊരു അവസാനം അല്ലേ? അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. സായി ഒന്ന് ഇത് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യണം. അല്ല, എനിക്ക് ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എൻ്റെ സന്തോഷം പറയുന്നത്. എനിക്ക് അതാണ് ഏറ്റവും കാര്യം. എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ, ഇപ്പോൾ ഇവരെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട്. സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ, അഭിജിത്താണെങ്കിലും മനാഫാണെങ്കിലും ജിതിനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ. പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും, എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടോടുകൂടി എൻ്റെ പേഴ്സണലിയുള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു. എനിക്ക് അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല. നമ്മളെ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമുക്കാർക്കും വരുന്നില്ല. കാരണം നമുക്കത് ശീലമുള്ള ആൾക്കാരാണ്. ഇവർക്ക് അത് അങ്ങനെയല്ല, ഈ ഫാമിലി അങ്ങനെയല്ല, ഇവരാരും അങ്ങനെയല്ല. അതുകൊണ്ട് അവർക്കത് കിട്ടുന്നത് നിന്ന് പോകുന്ന അൾട്ടിമേറ്റ്ലി ഉള്ളൂ. അതിന് സഹായിച്ച ഓരോരുത്തർക്കും, ബാബുബായിക്കാണെങ്കിലും ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയണം. ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം. ഇത് കേട്ടുന്ന നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല. ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത്. സകല മനുഷ്യർക്കും ഇന്ത്യയും അർജുൻ്റെയും ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ കേട്ടല്ല, ഇത്ര ഉള്ളു വിഷയം എന്ന് പറഞ്ഞാൽ. അതായത് അവരൊന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ആ ഒരു വിഷയം അങ്ങ് തീർന്ന്. ഇത് ഇവരുടെ ഇടയിൽ കുറെ ഇടനിലക്കാർ വരും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിനകത്ത് തന്നെയുള്ള പലരും ഇത് പല രീതിക്കായിരിക്കും. അതായത് ഒരാൾ പറഞ്ഞൊരു കാര്യം അടുത്തൊരാളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിക്ക് വേറൊരു വേർഷനാക്കി എത്തണം. ഇപ്പൊ ഇവിടെ മനാഫ് പറഞ്ഞ കാര്യമല്ല, അതായത് ഈ കുടുംബത്തിന്റെ അടുത്തെത്തിയത്, അതേപോലെ കുടുംബം പറഞ്ഞതായിരിക്കില്ല മനാഫിന്റെ അടുത്തെത്തിയത്. കാര്യം ഇവരുടെ ഇടയിലൊക്കെ പലരും നിന്നിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം ഈ ഒരു വീഡിയോനകത്ത് തന്നെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ഒരു കാര്യം നമ്മൾ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം നമ്മൾ സംസാരിച്ച് തന്നെ തീർക്കാൻ നോക്കാം. അല്ലാണ്ട് നമ്മൾ ഇവർ പറയണതൊക്കെ കേട്ടിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ ഈ നിസ്സാര പ്രശ്നം അത് കത്തിപ്പടർന്നങ്ങ് വലിയ പ്രശ്നവും. ഇപ്പൊ ഇവർ ഇതിനകത്ത് ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് അവർ കോംപ്രമൈസ് ആയി അവർ അങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാം നിർത്താം. അതായത് ഈ സൈബർ ബുള്ളിങ്ങും ആ ഒരു പരിപാടിയൊക്കെ നിർത്താം. കാര്യം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു വിഷയത്തിനകത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും അർജുനോട് അത്രയും സ്നേഹമുണ്ടെന്ന് അറിയാം. ആ ഒരു സ്നേഹമാണ് ഇവരോടുള്ള വെറുപ്പൊക്കെ ആയിട്ട് മാറുന്നത്. പക്ഷെ അതൊന്നും പാടില്ല. കാര്യം നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരു കുടുംബമാണ്. അപ്പൊ നമ്മൾ അവരെ എല്ലാവരെയും സ്നേഹിക്കുക. ഇപ്പൊ മനാഫിനെ ആണെങ്കിലും അതേപോലെ അവരുടെ കുടുംബത്തിനെ ആണെങ്കിലും ഇവരെല്ലാം അവർക്ക് വേണ്ടി അർജുന് വേണ്ടി എഫേർട്ട് എടുത്തേക്കുന്ന ആൾക്കാരാണ്. അവരെ എല്ലാവരും അത്രയും അതിനകത്ത് കൂടെ കടന്നു പോയേക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ആരെയും ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞാൻ ഈ ഒരു വിഷയത്തിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയം ഇവിടെ വെച്ചിട്ട് എൻഡ് ആവണേണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയി. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ.